ഇതെൻ്റെ പിറന്നാളായിരുന്നേ. എനിക്ക് വീട്ടിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര സർപ്രൈസൊക്കെ തന്നിരുന്നു കേട്ടോ. ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഷോട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തത്. അപ്പം പുറത്ത് വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഭയങ്കര ആഘോഷമായിരുന്നു. ചേച്ചിയുടെ പിള്ളേരും അമ്മൂമ്മയൊക്കെ വന്നിരുന്നു വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു എന്നൊക്കെ. അപ്പം 3 ആഴ്ചത്തോളം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് പുറത്തെങ്ങാനും ഇറങ്ങി നടക്കാനൊന്നും വയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പം ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷനൊക്കെ ആയപ്പം ഒന്ന് ഉഷാറൊക്കെ ആയി. എല്ലാ തവണയും ബർത്ത്ഡേ ആഘോഷിക്കും, പക്ഷേ ഇത്തവണത്തെ ബർത്ത്ഡേ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ എന്നെക്കാളും കൂടുതൽ ആകാംക്ഷ ചേച്ചിയുടെ പിള്ളേർക്കും പിന്നെ ജെനിക്കൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ നിതീഷ് നാട്ടിൽ നിന്ന് വന്നിരുന്നേ, കോയമ്പത്തൂരിൽ നിന്ന്. അതെനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. 12 മണിക്ക് വന്നോ വരത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് കൃത്യം 12 മണിയപ്പോൾ വീട്ടിൽ കയറി വന്ന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ചു ആണെങ്കിൽ അവൾ വരത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവിടെ പിറ്റേ ദിവസം തന്നെ കുറേ ഗിഫ്റ്റും ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്നിരുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ ചിന്നക്കനലിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ എനിക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. പിന്നെ ചിന്നക്കനാലിൽ ചെന്ന് ആങ്ങളയുടെ കഫേ വെച്ചിട്ടായിട്ടോ ആഘോഷിച്ചേ. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മളെയൊക്കെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഇത്ര പേര് കാണുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ ഈ പിറന്നാൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു പിറന്നാളായിട്ട് തന്നെ ഞാൻ ആഘോഷിച്ചായിരുന്നേ. അങ്ങനെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ആങ്ങളയുടെ കഫേ തന്നെ വെച്ചിട്ട് ആങ്ങൾ തന്നായിരുന്നു കേട്ടോ. എല്ലാ വെറൈറ്റിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുന്ന സമയം ഒരു 9 മണിയൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അന്തരീക്ഷമാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചൂടോടെ ഫുഡ് മുകളിൽ ഇരുന്നിങ്ങനെ ഓപ്പൺ സ്പേസിൽ കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.